റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ യുവതികളെ ദുബായിലേക്ക് എത്തിച്ച റാക്കറ്റിനെ നിയന്ത്രിച്ചത് മുഖ്യ സൂത്രധാരൻ ബിലാൽ എന്ന് കണ്ടെത്തൽ. ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ബിലാൽ സിന്ധുവുമായി പരിചയത്തിലാകുന്നത്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് ബിലാൽ കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീട് നിരവധി യുവതികളെയാണ് ദുബായിലേക്ക് എത്തിച്ചത്. 14 വർഷമായി ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് സിന്ധുവിന്റെ മൊഴി. ഷോയിൽ പങ്കെടുത്ത താരങ്ങളുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. അറസ്റ്റിലായ അലീനയുടെ ശബ്ദ സന്ദേശം വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇടനിലക്കാരുമായി തുക പറഞ്ഞുറപ്പിക്കുന്നതാണ് ശബ്ദ സന്ദേശം. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പം അതിനേക്കാളും ഇത്ര നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നു പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പം എനിക്കതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രാ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ഇല്ല പറഞ്ഞുകൊണ്ട് റഹ്മത്തിൻ്റെത് ഓക്കെ ആക്കിയതാ. ഇങ്ങനെയാണ് ഇടപാട്. മനുഷ്യരുടെ ശരീരം വെച്ച് വിലപേശുകയാണ്. എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇതൊരു വലിയ റാക്കറ്റാണ്. ഇയാൾ ദുബായിലാണ് പണിയെടുത്തിരുന്നത്. മുഖ്യ സൂത്രധാരനാണ് ഈ ബിലാൽ. പിന്നീട് സെക്സ് റാക്കറ്റ് സജീവമായി ലാഭമുണ്ടാക്കി തുടങ്ങിയപ്പോൾ കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ഇയാളാണല്ലേ ഈ യുവതികളെ ദുബായിൽ എത്തിക്കുന്നതിന്റെ മുഖ്യ സൂത്രധാരനും കിങ് പിന്നും? ശരൺ, ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ഇയാൾ തന്നെയാണ് ഈ റാക്കറ്റിനെ നിയന്ത്രിച്ച കിങ് പിൻ എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ മാവേലിക്കര സ്വദേശിയായ ബിലാലിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ചിത്രം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ ഇയാൾ വിസിറ്റിംഗ് വിസയിലാണ് ദുബായിലേക്ക് പോരുന്നത്. അതിനുശേഷം അവിടെ ഒരു ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി ചെയ്യുന്ന കാലയളവിലാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയായ സിന്ധുവുമായി പരിചയത്തിലാകുന്നത്. അതിനുശേഷം ഈ റാക്കറ്റ് ആരംഭിക്കുന്നു, സെക്സ് റാക്കറ്റ് ആരംഭിക്കുന്നു. ആ സെക്സ് റാക്കറ്റ് സജീവമായോടുകൂടി ബിലാലെ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. അതിനുശേഷം നിരവധി യുവതികളെയാണ് ഇവിടെ നിന്ന് ദുബായിലേക്ക് കടത്തിയതെന്നുള്ളത് കൂടിയാണ് അന്വേഷണം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ എത്ര യുവതികളാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായത്, അവരെയാണ് കടത്തി? ശരൺ,